Aliyan versus Aliyan. Aliyan versus Aliyan. കല്യാണം കഴിക്കുന്നവരെ എൻ്റെ മോൻ ഒരു കടവും ഇല്ലായിരുന്നു. ഇപ്പൊ അതും ഉണ്ടായി. എങ്ങനെയാ ഇത്രയും കടം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, ഏട്ടന് എങ്ങനെ കടം വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എന്നെ കുത്തി പറയുന്നതാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ അല്ലാതെ പിന്നെ ആരാടി അത് മനസ്സിലാക്കേണ്ടത്? കടക്കാരിപ്പോ വീട്ടിൽ വന്നു തുടങ്ങി. രാജ്യസേവനം നടത്തിയിരുന്ന ഒരു പട്ടാളക്കാരന്റെ വീടാ ഇത്, അറിയാമോ? തുടങ്ങി പട്ടാളക്കഥ. നീ എന്തെങ്കിലും പറഞ്ഞാ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നാന്ന്? ആ പറഞ്ഞു. നീ എന്റെ ഹവിൽദാരെ കുറിച്ച് എന്നാ പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടുപേരും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും കടം തീർക്കാൻ നോക്കണം. എന്റെ കയ്യിൽ കാശൊന്നുമില്ല, പറഞ്ഞേക്കാം. ചേട്ടനാണെങ്കിൽ 2-3 കൂട്ടുകാർക്ക് സാലറി സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ജാമ്യം നിൽക്കാൻ വേണ്ടി. ആ അങ്ങനെയാടി. അപ്പുറത്തൊരുത്തിയുണ്ടല്ലോ, അവന്റെ ശമ്പളത്തിന്റെ പേപ്പർ ചോദിച്ചപ്പോൾ എന്തൊക്കെ പറയുന്നത്? സാലറി സർട്ടിഫിക്കറ്റ്. നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഭാര്യമാരുടെ മിടുക്ക ഒരു ഭർത്താവിന്റെ വിജയം നിനക്കറിയാമോ? അമ്മ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറയണേ? അമ്മ അറിഞ്ഞൂടെ ഏട്ടന്റെ സ്വഭാവം? പൈസയുടെ എന്തെങ്കിലും കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കടിച്ചു കീറാൻ വരും. എന്നിട്ട് ഇപ്പൊ എല്ലാത്തിനും എനിക്കാ കുറ്റം. അല്ലേ, എന്തൊരു നാണക്കേടാന്ന് നോക്കണേ. ഒരു പെങ്കൊച്ച് വളർന്നു വരുന്ന വീടല്ലേ ഇത്? എന്ത് പറ്റി ഇപ്പൊ പെങ്കൊച്ച് വളർന്നു വന്ന വീടിന്? നിങ്ങളൊക്കെ അത്രയും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാവില്ലാത്ത? ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കണം. ഇതല്ലേ ഞാൻ 24 മണിക്കൂർ നിങ്ങളോട് പറയണത്, അന്തസ്സായിട്ട് ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുന്ന കേൾക്കാറില്ലല്ലോ. ഓ അല്ലേ, ആങ്ങളെ പറയുമ്പോ നിനക്ക് നോവൂടി. ഇതെനിക്ക് നോവൂലേ? വഴി കൂടി പോയ ആളല്ല അവൻ, എന്റെ കൂടപ്പറപ്പാ, അതറിയില്ലേ? ഓ നല്ല കൂടപ്പറപ്പ് തന്നെ. ഏട്ടാ ഇന്ന് കാലത്ത് ഒരുത്ത ഇവിടെ വന്നില്ലേ ആ വട്ടിപ്പലിശക്കാരൻ? അവൻ ആരാണെന്ന് അറിയാവൂടി? പിന്നെ എനിക്കത് അന്വേഷിച്ച് നടക്കാനല്ലേ പണി. അവനെ 4 പീഡന കേസിലെ പ്രതിയാ. അവനൊക്കെ വീട്ടിൽ ദിവസം കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ മോളുടെ ഭാവി എന്താവും? അവൾക്ക് ഭാവിയിലൊരു നല്ല കല്യാണം കിട്ടുമോ? ഷോ എന്താ പറഞ്ഞത്? ഓ, മോളുടെ ഭാവിനെ പറ്റി ഉത്കണ്ഠപ്പെടുന്ന ഒരു അച്ഛൻ ഒരു ചില്ലുകൂടി പണിയാനായിട്ട് അതിനകത്ത് ഇരുത്താൻ പോവാ. നിനക്കില്ലെങ്കിൽ എല്ലാം പുച്ഛം തന്നെടി. ഓ എനിക്കതൊക്കെ ചിന്തിച്ചേ പറ്റൂ. അപ്പോ ചിരിപ്പിക്കല്ലേ രാവിലെ തന്നെ? ഞാൻ ആലോചിക്കുകയാണ്, ഇവൻ ഇതിനു വേണ്ട ഇത്ര ചിലവെങ്ങനെയാന്നാണ്. ഇവൻ ഈ പൈസ എല്ലാം കൊണ്ടുപോയി എന്ത് ചെയ്യണ്? ജോലിക്ക് ജോലിയുണ്ട്, കൈക്കൂലിക്ക് കൈക്കൂലിയുണ്ട്, എന്നിട്ട് ഇങ്ങനെ കടവും ചിലവും ഒക്കെ ആയാൽ ഇതിപ്പോൾ എനിക്ക് തോന്നണം വേറെ കുടുംബവും കൊച്ചുങ്ങളൊക്കെ ഉണ്ടെന്ന്. അതായിരിക്കും. ക്ലീറ്റോ പറഞ്ഞു പറഞ്ഞു വേണ്ട അതിനെ പറയരുത് കേട്ടാ. ഓ എല്ലാം കഴിഞ്ഞ് വേറെ കുടുംബം ഉണ്ട്. ഇനി അവനെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ നാവ് പുഴുത്തു പോകും. എന്തടി വേണ്ടാതീനോന്ന് പറയാൻ? പിന്നെ വേണ്ടാതീനല്ലേ എടീ, ഒരുത്തന് കടം വരണമെങ്കിൽ ഒന്നിൽ അവൻ നല്ലൊരു മദ്യപാനിയായിരിക്കണം. അങ്ങനെ കുടിച്ച് കുടിച്ച് കാശ് പോയെന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടായി കുറേ പൈസ അവർക്ക് കൊടുത്ത് അങ്ങനെ ഉണ്ടാവണം. ഇതല്ലെങ്കിൽ പിന്നെ ചീട്ട് കളിയോ അങ്ങനെയുള്ള വല്ല പരിപാടി, ഇല്ലെങ്കിൽ ദൂർത്ത്. പക്ഷെ ഇവൻ ഈ പറഞ്ഞതൊന്നും നമ്മുടെ അറിവിലില്ല. പിന്നെ എങ്ങനെയാണ് ഇവന് ഇത്രയും കാശിൻ്റെ ചിലവ് വരണേ? നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും കടം വന്ന് കയറിയത് ഇതൊക്കെ ഉണ്ടായിട്ടാണോ? ആണോ? നീ മാങ്ങയെന്ന് പറയുമ്പോൾ തേങ്ങാന്ന് പറയല്ലേ? അവനെ പോലെയാണോ ഞാൻ? എനിക്ക് ജോലിയാവല്ലോ ഉണ്ടോ, വരുമാനമുണ്ടോ? ഒന്നുമില്ലല്ലോ. അയ്യോ എന്റെ മുത്തിനപ്പൊ ഇതൊക്കെ അറിയാല്ലേ? സമ്മതിച്ചല്ലേ വരുമാനം ഇല്ലാന്ന്? അപ്പൊ ഇനി അവന്റെ കാര്യം ഓർത്ത് തല പുകയ്ക്കണ്ട. എങ്ങനെ വരുമാനം ഉണ്ടാക്കാന്ന് ചിന്തിക്കും. കുറച്ച് നല്ല കാര്യങ്ങൾ ഈ തലയ്ക്കകത്തോട്ട് കയറട്ടെ. അവനെ പറയുമ്പോ സഹിക്കല. ഇതിപ്പോ എനിക്ക് തോന്നണേ നോട്ട് ഇരട്ടപ്പിന് വല്ലതും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരിക്കണം. എങ്ങനെയുണ്ട് ഇപ്പൊ? ആശ്വാസം കിട്ടിയോ അവനെ കുറെ കുറ്റം പറഞ്ഞപ്പോ? ഇല്ല, ഞാനത് കണ്ടെത്തി തരാം. എങ്ങനെയാണ് അവന്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടെത്തി. ഞാൻ ഫോൺ ോടാ കളിക്കണം. ഹലോ, അല്ലല്ലോ, റോങ് നമ്പറാ. ആ ലിറ്റോടാ കളി. ഈ ആളാണ് കനകനെ ഇമ്മാതിരി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കനകനെ പോലെയാണോടി ഞാൻ? ഞാനേ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളികൾ കളിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. എനിക്കതല്ല തോന്നിയേക്കണത്. നിങ്ങൾക്ക് ഏത് ലെവല് വരെ താഴാം, അവനത് പറ്റില്ല. മറ്റേ IAS ഉദ്യോഗസ്ഥനല്ലേ? എടോ, ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് പലിശക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ പോരെ? ഈ വീട്ടിൽ പോയിട്ട് ബലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വൃത്തിയിട്ടതുണ്ടി
കനക അവൻ രാവിലെ തൊട്ട് നിന്റെ ഫോണിൽ വിളിച്ചല്ലേ, നിനക്കൊന്ന് എടുത്തിട്ട് ഈ മറുപടി അവനോട് പറഞ്ഞാൽ അവൻ വീട്ടിൽ പോകുമോ? എടാ എങ്ങനെ ഫോൺ എടുക്കും? ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങും അവൻ തെറി. പൈസയും കൊടുക്കണം, പിന്നെ അവരെ ചീത്ത വിളി ഞാൻ കേൾക്കണം. ആ പലിശക്ക് പൈസ എടുത്താൽ അങ്ങനെയാണ്, കൊടവേറ് വന്ന പോലെയാണ്. പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കൂലത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ഈ പലിശക്കാരൻ വീട്ടിൽ പോയി ബഹളം വെച്ചതല്ല വിഷയം, ഇതാ ക്ലീറ്റസ് അറിഞ്ഞല്ലോ എന്നുള്ളതാണ്. അതിപ്പോൾ എന്താണ്, അവന് നാണവമാനം ഇല്ലാത്തവൻ നീ പലിശക്ക് കാശ് മേടിച്ചെന്ന് അറിഞ്ഞാണ്. ഇനിയിപ്പോൾ എന്താ? അങ്ങനെയല്ലടാ, എനിക്കൊരു പെറ്റി കേസ് വരുന്നത് നോക്കി നിൽക്കുക എന്നെ കൊലക്കാരിൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഇവ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആഘോഷമല്ലേ, ഉത്സവാവൂലേ? അല്ല കനക, നിനക്കെന്ത് ഇത്ര പേരുത്ത് കടം വരാൻ? നല്ല കൃത്യതയായിട്ട് പോയച്ചാണല്ലോ. എന്താടോ ആ വന്ധ്യതാ ചികിത്സ തന്നെ? അത് ഭയങ്കര പൈസയാണ്, ഇപ്പൊ ആളെ കൊല്ലേന്നാണ് പറയണ. എത്ര കാലമായി ചികിത്സ തുടങ്ങിയിട്ട്? 12-13 വർഷമാണ്. ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയും ആ ഡോക്ടറെ കാണണ്ട, അതിലും നല്ലത് മറ്റേ ഡോക്ടറാണ്. അപ്പോൾ വേറൊരാൾ പറയും അത് വേണ്ട ഇതാണ്. ഇങ്ങനെ പൈസ ചിലവാക്കിയതിന് യാതൊരു കണക്കുമില്ല. ആദ്യമൊക്കെ ഞാൻ ഇതിൻ്റെ കണക്കുന്നൊക്കെ എഴുതി വെച്ചിരുന്നു, പിന്നെ അതൊക്കെ പോയി. ഈ പലിശക്ക് എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു കാര്യത്തിനല്ല, അതിന് നീ ടെൻഷൻ അടിക്കണ്ട, അത് റെഡിയാവും. അത് പൈസ ചിലവാക്കിയെന്ന് ഓർത്തിപ്പോൾ അത് പോക്കില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്താലോ, ഇവൻ്റെ ആ പൈസ എങ്ങനെയായാലും ഒന്നിച്ച് കൊടുക്കുക നല്ലത്. അത് നല്ലതാണ്, ആ ഇടപാടങ്ങോട്ട് തീരട്ടെ. നീ നിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഇതാ, ഞാൻ അത് വെച്ചിട്ട് കുറച്ച് പൈസ ലോൺ എടുക്കട്ടെ. എൻ്റെ അത് നീ അറിഞ്ഞില്ലേ? എൻ്റെ അളിയനില്ലേ നാസർ, ഇറച്ചി കച്ചവടമുള്ള, പുള്ളിക്ക് എരുമയുടെ ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞിട്ട് എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്ത്. പുള്ളി ലോൺ കിട്ടി ആദ്യം തന്നെ പോത്തിനെയും വാങ്ങിക്കൊണ്ട് വന്ന് അറക്കാൻ പോയപ്പോൾ പാർട്ടിക്കാർ വന്ന് ഇയാളെ തല്ലി നാട് കടത്തി. ബീഫ് അറക്കാൻ പാടില്ലെന്ന്. ഇയാളെന്തോ കഷ്ടകാലത്തിന് കുറച്ച് ഇറച്ചി വീട്ടിൽ ഫ്രിഡ്ജിലും വെച്ചേച്ച്. അവരൊക്കെ കൂടി വന്ന് വീട്ടുകാരെയും തല്ലി. ഇപ്പം അവർക്ക് നാട്ടിലും നിൽക്കാൻ കള്ളിയില്ല, ജോലിക്കും പോകാൻ പറ്റണില്ല. ആകെ പ്രശ്നമായിട്ട് ഇത് മുഴുവൻ എൻ്റെ തലയിലാണ്. നീ ഇതറിഞ്ഞില്ലേ? പത്രത്തിലൊക്കെ ഉണ്ടായല്ല. ആ വഴി അടങ്ങും. എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് നടക്കൂല. ഹലോ, എന്താണ് പറഞ്ഞോ? പിന്നെ ഞാൻ ചൂടാവാതിരിക്കുമോ? നന്നായി. നിങ്ങളവിടെ കണ്ട പണി എന്താ വെച്ചാൽ അത് നോക്ക്. എൻ്റെ ജമന്തി നീ ദയവ് ചെയ്ത് നിർത്തുമോ? എന്നെ കൊണ്ട് വയ്യത് കേൾക്കാം. എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്. നീ ഫോൺ കട്ട് ചെയ്തേ. ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ശരി ഓക്കെ. ഞാൻ കരുതണേ ഈ ബെഞ്ചും ഡെസ്ക് കൊടുത്തുകൊണ്ടുപോയി നിന്റെ വീട്ടിലിട്ട് അവിടെ ഇരുന്നാൽ അതും കൈകാര്യം ചെയ്യുക, ഈ പണി നടക്കും. ക്ലീറ്റസ് അവിടെ പണി തുടങ്ങി, അവൻ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. എന്ത് ഈ പൈസ കാര്യം? പൈസയുടെ കാര്യം പറയാമല്ലോ. പിന്നെ നീ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അവനോട് കിടന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് അതിന് ഇവള് വിളിച്ച് ഇവൾക്ക് എനിക്ക് വയ്യ, എനിക്കാകെ പ്രാന്തായിട്ട് വരും. Aliyan versus Aliyan. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ സൂക്ഷിച്ച നിനങ്ങൾക്ക് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഇതിനേക്കാളും വലിയ ദോഷമാവും. നിങ്ങൾ നേരം വെളുക്കുമ്പോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്റെ കുഞ്ഞു ക്ലീറ്റോ. അവളെ എന്ത് ശ്രദ്ധിക്കണമെന്ന് നീ പറയണത്? നീ അവളുടെ കുടുംബം കൂടി കലക്ക്. നീ ഒന്നും കേൾക്കണ്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ അവളെ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കാൻ. കടം വരുന്നത് ആദ്യത്തെ വ്യക്തിയൊന്നും അല്ല അവൻ. മനുഷ്യരാകുമ്പോ കടമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതിന് ഇങ്ങനെ വലിയ ആനക്കാര്യം പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല. കടം ഉണ്ടാവും, പക്ഷേ ഇത് അപകടമാണ്. ഈ ആൾക്കാരുടെ വരവുണ്ടല്ലോ, അപകടം തന്നെയാണ്. വരുന്നുണ്ടല്ലോ. ദൈവത്തെ ഒക്കെ ഒന്നും മിണ്ടാതിരിക്കുവോ? ഞാനൊരു കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കാടി. അതെ, എന്താണ് അളിയന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം നിന്നെ കൊല്ലണം. അതെന്തായാലും നടക്കില്ല. ഞാൻ ചോദിച്ചതല്ല. കണ്ണി കണ്ട അലവലാദികളൊക്കെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നാണ്? ഏതലവലാദികൾ? നിനക്കൊന്നും അറിയില്ല? നീ തെളിച്ച് പറ. നിനക്കൊന്നും അറിയത്തില്ലല്ലേ? നീ തെളിച്ച് പറ. എന്റെ ക്ലീറ്റോ ഒന്നുമില്ലടാ. ക്ലീറ്റോ വന്നേ പോയി. ഒന്നുമില്ല. നീ ആരെങ്കിലും പൈസ കടം മേടിച്ചിട്ടുണ്ടോ? ഞാൻ പൈസ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടാൻ എനിക്ക് അറിയാം. പക്ഷെ അവന്മാർ ഇവിടെ കയറി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞത്. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടാവും. അതിന് നീ കിടന്ന് പടക്കേണ്ട കാര്യമില്ല. അല്ല, നീ എന്തിനാ പടക്കണത്? അതെ, ഇന്നിപ്പോ ഒരാളായി, നാളെ 2 പേരാവും. പിന്നെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കും. നീ കടം കൊടുത്തിട്ട് ആരെങ്കിലും വന്നെങ്കിൽ ഞാനത് സഹിച്ചെന്ന്. വന്നത് ഇവിടെ അല്ലേ, നിന്റെ വീട്ടിലല്ലോ. നിനക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ ഞാൻ തൊട്ടപ്പുറത്ത് കിടക്കാണ്. അവൻ ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ ഞാനാ കേട്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൻ അവിടെ വന്ന് മുട്ടിയോ?
അവൻ അവിടെ വന്ന് മുട്ടിയോ? അവിടെ മുട്ടിയില്ല. മുട്ടിയില്ലല്ലോ. പിന്നെ നീ മിണ്ടരുത്. വന്നത് എന്റെ ഉമ്മറത്താണ്. എന്റെ ഉമ്മറത്ത് വന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറണമെന്നൊക്കെ എനിക്കറിയാം. അതെ, ഞങ്ങൾ അന്തസ്സായിട്ട് ഒരു കുടുംബം അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വിലയും നിലയൊക്കെ ഉണ്ട്. നീ നിന്റെ അന്തസ്സിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ ക്ലീറ്റോ. നിന്റെ അന്തസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. ഇവിടെ ഒരു ദിവസം എന്താ ഈ ചവിട്ട് നിർത്തി കഴിഞ്ഞാൽ പട്ടിണിയല്ലേ? ഇല്ലേ? അരി വാങ്ങാൻ പൈസ ഞാൻ തരണ്ടേ? നീയാണ് എന്നെ ഉപദേശിക്കാൻ നിൽക്കണത്. ഇത് തന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഏട്ടാ എല്ലാരും എന്നെ കുറ്റം പറയണേ. ആരാ നിന്നെ കുറ്റം പറഞ്ഞത്? നിന്നാരടി കുറ്റം പറഞ്ഞത്? ഇടി ആരാ നിന്നെ കുറ്റം പറഞ്ഞത്? ജമന്തി, നീ എന്ത് വർത്താനോ ഈ പറഞ്ഞത്? ഈ വീട്ടിൽ ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിനകത്ത് വഴക്കുണ്ടാക്കാൻ നോക്കരുത്. വല്ലാത്തൊരു പൊല്ലാപ്പ. അതെ, ഇത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കടാണ്. ഇതില്ല നിങ്ങൾ ആരും തല പോക്കേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കോളാം. നീ ഉണ്ടാക്കി വെച്ച കടം നീ തന്നെ തീർക്കണം. പക്ഷെ അതിന്റെ പേരിൽ ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആരെങ്കിലും കയറി ഇറങ്ങാൻ നിനക്കെന്താ കുഴപ്പം? അതുകൊണ്ട് ഞാനല്ലേ സഹിച്ചു. അതെ, നീ ഇവിടെ ഇറങ്ങിപ്പോ. ഒന്ന് അടങ്ങടാ. എടാ, ഈ കടത്തിന്റെ കാര്യം പറയുമ്പോൾ നീ ആളുകളുടെ വഴക്കുണ്ടാക്കാൻ നോക്കാതെ എങ്ങനെയെങ്കിലും വീട്ടാൻ നോക്ക്. പിന്നെ വീട്ടിൽ ആളുകൾ കയറി വരുന്നു പറഞ്ഞു ചാടി കളിക്കേണ്ട കാര്യം വീട്ടിൽ ആദ്യം നീ ഇറങ്ങിപ്പോ. എന്തോ ഞാൻ ഇറങ്ങി പോണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ശമ്പളം കൊണ്ട് കടം വീട്ടാൻ പറ്റുമോ? അവന്റെ പറച്ചിലും നെളിച്ചിലും ഒക്കെ എന്താണ്? വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ, 5 അക്ക ശമ്പളം, പിന്നെ കിമ്പളം. എടാ, ഒരുത്തിന്റെ കടം മേടിച്ച് അത് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അത് മേടിക്കരുത്. എന്നെ കണ്ട് മേടിക്ക്. ഒരു വേലയും കൂലി ഇല്ലാതെ അന്തസ്സായിട്ട് കുടുംബം പോറ്റുന്നുണ്ടോ? നിർത്തടാ. എടാ, ഞാൻ ഈ വീട്ടിന്റെ പ്രമാണം എടുത്തോണ്ട് തരാം. അത് പണയം വെച്ച് നീ കടം വീട്ടാൻ നോക്ക്. അമ്മ അതൊന്നും എന്താ ഈ വീടിന്റെ പ്രമാണം? അത് ചിലപ്പോഴേ എടുക്കൂ. ഞാൻ സമ്മതിക്കത്തില്ല അതെടുക്കാൻ. എന്റെ വീടിന്റെ ആയാലും എന്റെ ഭാര്യയ്ക്കും എന്റെ മോക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. അതെ, ഇത് ലോകത്ത് ആദ്യമായിട്ടൊന്നല്ലേ പ്രമാണം പണയം വെച്ച് കടം വീട്ടുന്നത്. പ്രമാണം പണയം വെക്കാം. പ്രമാണം പണയം വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ നിന്ന് പ്രമാണമാണോ? അവൻ എങ്ങനെയെങ്കിലും അത് വെച്ച് രക്ഷപ്പെടാൻ നോക്കട്ടെ. അങ്ങനെ അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ചെയ്യാവുന്ന ഒരു പണിയുണ്ടമ്മ. എന്തോന്നാണ്? അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് പൈസ കിട്ടിയില്ലേ? അത് ഫിക്സഡ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടില്ലേ? ആ പൈസ അമ്മ എടുത്തിട്ട് എനിക്കിതാ. ഞാൻ എങ്ങനെയെങ്കിലും കുറേശ്ശെ അത് തന്നേക്കാം. അത് നടക്കത്തില്ല. ഹവീൽദാർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ആ പൈസ തങ്കത്തിനൊരു കൊച്ചുണ്ടാകുമ്പോ അതിന് കൊടുക്കണമെന്ന്. അതിൽ നിന്ന് ഒരു 5 പൈസ ഞാൻ തൊട്ട് കളിക്കത്തില്ല. അല്ലെങ്കിലും ആ പൈസ അവന് തികയില്ലല്ലോ. മാത്രം കിട്ടിയ നിനക്ക് എങ്ങനെ കടം വീട്ടാൻ പറ്റും? ആ പൈസ തൊട്ട് കളിക്കണ്ടമ്മ. ആ തന്നെയല്ല, പിള്ളേരുടെ പേരിൽ നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളിലൊന്നും തൊട്ട് കളിക്കാൻ പാടില്ല. എന്താ എപ്പോഴാ സംഭവിക്കണേ? അതുപോലെ ഹവീൽദാറിന്റെ വാക്കാണത്. അവള് കുഞ്ഞല്ലേ, വലുതാവുമ്പോഴേക്കും തിരിച്ചു തരാം. അത് ശരിയാവൂല ജമന്തി. പ്രത്യേകിച്ച് പിള്ളേരുടെ പേരിൽ ഇട്ടേക്കണ സാധനങ്ങളിൽ തൊട്ട് കളിക്കരുത്. ഹവീൽദാറിന്റെ വാക്കാ. പിന്നല്ലാതെ ഇവന് ആധാരം ഉണ്ടല്ലോ. ആധാരം തരാൻ നമ്മ പറഞ്ഞില്ലേ? ആധാരം എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആധാരം എടുക്കാൻ സമ്മതിക്കണം. ആധാരം എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കില്ലടി. ഈ മനുഷ്യൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആധാരം വെച്ച് കടം തീർക്കാന്ന് നിങ്ങൾ ആരും മനസ്സിൽ വിചാരിക്കണ്ട. എന്തോന്ന് നീ ഒന്നും പറയണ്ട. ചുമ്മാ നിനക്കെന്താ മതി കുഴപ്പം? ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്താടി നിങ്ങളുടെ തലക്കകത്ത് തലച്ചോറാണോ അതോ കളിമണ്ണാണോ? നീ കൂടുതൽ തത്വങ്ങളൊന്നും പറയണ്ട. കാര്യം എന്തെങ്കിലും തെളിച്ച് പറയും. എന്റെ ദൈവമേ ക്ലീറ്റോ, അമ്മ ഇപ്പൊ ഈ കിടന്ന് ചാടിത്തുള്ളണത് മാത്രമേ ഉള്ളൂ അവനോട്. അവന്റെ കണ്ണീര് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ മനസ്സറിയും. അമ്മ അവനെ സഹായിക്കും. അവൻ സഹായിക്കുക പിടിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ പ്രമാണത്തെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ സഹായിക്കും അമ്മ? അത് എങ്ങനെ ആയിക്കോട്ടെ തങ്കം. എന്റെ പൊട്ടാ, അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ പൈസ അമ്മ ആർക്ക് വേണ്ടി വെച്ചേക്കണമെന്നാ പറഞ്ഞേ? അത് നമ്മുടെ തക്കളി മോക്ക് ആണല്ലോ. ഈ പ്രമാണം ഇപ്പൊ പണയം വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൻ പിന്നെ ഏത് പൈസ കാര്യം പറഞ്ഞേ? തക്കളി മോക്ക് വെച്ചേക്കണ പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അവനെ ഞാൻ കൊല്ലും. അതൊന്നും തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ പ്രമാണം കൊടുക്കാൻ സമ്മതിക്കുന്നു. അവനിപ്പോ ആ പൈസ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ നമുക്ക് പറയാൻ പറ്റുമോ? അവന് കടവും കടത്തിന്റെ കൂടായിട്ട് നിൽക്കണു. പ്രമാണം ആകുമ്പോ അവൻ എങ്ങനെയെങ്കിലും തിരിച്ചെടുപ്പിക്കും. അത് ശരി. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഈ പ്രമാണം പണയം വെക്കാൻ വേണ്ടിയിട്ട് ക്ലീറ്റോ സമ്മതിക്കുകയാണെങ്കിൽ ക്ലീറ്റോന് അവരുടെ മുമ്പിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എനിക്ക് വില ഇല്ലെന്നാണ് നീ പറയണേ? ഭയങ്കര വിലയല്ലേ, 10 മാറ്റല്ലേ. നിന്റെ തലയിൽ എവിടെ നിന്നാണ് ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉദിക്കുന്നത്? ഇവിടെ കൂടല്ലേ എന്റെ താമസം. അപ്പൊ എന്തായാലും നമുക്ക് പ്രമാണം ആളിന് കൊടുക്കാം. പിന്നെ എന്നാ വാ, നീ ചെല്ലു. വാ ഇങ്ങോട്ട്. നീ നടക്കാം.
എന്താ നീ എന്തിനാ പ്രമാണത്തിന്റെ കാര്യം അമ്മയോട് പറഞ്ഞത്? പിന്നല്ലാതെ ഈ കടത്തിൽ നിന്നൊന്ന് കരയാറുണ്ടേ. എന്തായാലും ബാങ്കിൽ കിടക്കണ പൈസ അമ്മ തരില്ല. പൈസ കിട്ടിയാലേ കാര്യം നടക്കൂ. പൈസ ഒന്നിച്ച് കിട്ടിയാൽ വേഗം കൊണ്ടുപോയിട്ട് അങ്ങ് അടയ്ക്കാം. അതല്ലാണ്ട് പ്രമാണം വെച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും പൈസ കിട്ടില്ല. അവർ ആ രേഖ വേണം ഈ രേഖ വേണം എന്ന് പറഞ്ഞിട്ട് ആളായിട്ട് അങ്ങോട്ട് നടത്തും. അതിന്റെ പിന്നാലെ ഓടാൻ എന്നെ കൊണ്ടുപോയി. ഏട്ടാ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ പോയി നോക്കാം. അവരാകുമ്പോ ചിലപ്പോ പെട്ടെന്ന് പൈസ തരും. പ്രമാണം വേണ്ടാന്ന് എന്താ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അതെ, പ്രമാണം വെക്കണമെങ്കിൽ തങ്കത്തിന് ക്ലീറ്റസിന് പെർമിഷൻ വേണം. അവർക്ക് നാളെ പ്രമാണത്തിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തോ? കൊടുത്തില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ് വഴി. പിന്നെ മാത്രമല്ല എത്ര നേരം അവർ പ്രമാണം തരില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ നീ കേട്ടല്ലേ? പിന്നെ ഈ പ്രമാണം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ എന്താ ചെയ്യണേ ഏട്ടാ? നമുക്കേ അമ്മാവനോടൊന്ന് പോയി ചോദിച്ചാലോ? ഓ ബെസ്റ്റ് പാർട്ടി. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇല്ല. പിന്നെ ഏതോ ബ്രോക്കർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഓഫീസിൽ വന്നിട്ടാണ് 500 രൂപ എൻ്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആ അമ്മാവനോടാണ് പൈസ ചോദിക്കും. പിന്നെ ഇതിപ്പോ എന്ത് ചെയ്യുന്നാ പറയണേ? ഇതാ അമ്മയുടെ അടുത്തുള്ള ആ പൈസ വാങ്ങിക്കാന്ന്. അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ മതി, ഇപ്പൊ തരും. അതെ, വേറെ യാതൊരു വഴി ഞാൻ കാണില്ല ചേട്ടാ. ഏട്ടൻ പോയി ചോദിക്കും. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചിട്ട് കാര്യമില്ലടി. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ തരും. തരും. എന്താ തരാതെ? എനിക്ക് വേണ്ടി എന്നെ വഴക്ക് പറയും. Aliyan versus Aliyan. അമ്മേ അമ്മേ, ഇങ്ങോട്ട് വന്നേ. കനകനും ചെറുതി ഇവിടെ ഇങ്ങോട്ട് വിളിച്ചേ. അവനെന്തേടി? ഏട്ടാ അവന്റെ വിഷമം മാറിയില്ലല്ലോ ഇതുവരെ. അതെ, ഇനി നീ ഇങ്ങനെ ആദ്യം പിടിച്ച് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിന്റെ കട ഉടനെ അങ്ങ് തീർക്കണം. കട ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ, അത് ഞാൻ തന്നെ തീർത്തോളാം. എങ്ങനെയെങ്കിലും ആധാരം വെച്ചിട്ട് അങ്ങ് വീട്ടാന്ന് വിചാരിച്ച അതിന് നിങ്ങൾ സമ്മതിക്കില്ല. വേണ്ട അമ്മേ, അമ്മ പോയി ആധാരം എടുത്തോണ്ട് വന്നേ. അവന് അനുവാദം വേണ്ടേ? എന്തിനാ ആധാരം? ഇനി ആധാരം വെക്കുന്നു വേണ്ട. എന്താ ആധാരം വെച്ചാല്? ആധാരം വെച്ച് ലോൺ എടുത്തോ? കുറച്ചു മുമ്പ് ക്ലീറ്റസ് അല്ലേ പറഞ്ഞത് ആധാരം വെക്കണ്ട, ആധാരം വെക്കാൻ സമ്മതിക്കൂലെന്ന്. എന്നാലേ അതേ ക്ലീറ്റസ് തന്നെ പറയാണ് അമ്മ ആധാരം എടുത്തോണ്ട് കൊടുക്ക്. വേണ്ട വേണ്ട, വേണ്ട വേണ്ട, ഇനി ആധാരം വെക്കൊന്നും വേണ്ട. എടാ നീ ആധാരം എഴുതാനെങ്ങാനും പോണോണ്ടാ? എന്റെ അമ്മയെ ക്ലീറ്റോ സമ്മതിച്ചു. ആധാരം വെച്ച് ലോൺ എടുക്കാൻ ക്ലീറ്റോ സമ്മതിച്ചിട്ടുണ്ട്. എന്നാ അങ്ങനെ സമ്മതിക്കണ്ട, എനിക്ക് സമ്മതല്ല ഇപ്പൊ. നീ ആധാരം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ കടം വീട്ടാന്നാ തീരുമാനിച്ചേക്കണേ? ഈ പലിശ മുഴുവൻ കൊടുത്ത് മുടിയാനായിട്ട് ഞാൻ എങ്ങനെയും വീട്ടിക്കൊള്ളാം. എന്തിനാ നിങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ തല വായിക്കണേ? അങ്ങനെ നിന്നെ കുഴിയിലോട്ട് ചാടിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂലെന്നാ പറഞ്ഞേ. അളിയാ, ഒന്നാമത് ആ പലിശക്കാരെ അണ്ണാച്ചി ഇവിടെ കയറി ഇറങ്ങണ തന്നെ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാ. ഇതങ്ങ് പണയം വെച്ച് നമുക്ക് ആ പലിശക്ക് ഇത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. വേണ്ട വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവര് പറയണ കേക്കേട്ടാ. എന്റെ അമ്മ ഒന്നാമത് അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങണ മണ്ണാണ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ എങ്ങനെ ഈ ആധാരം വീട്ടിൽ കൊണ്ടുപോയിട്ട് പണയം വെക്കും? അച്ഛൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളൂ, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നീ ഇത് കാണണം, വാങ്ങില്ല വാങ്ങില്ല അത് ബഹളം വെച്ച് അച്ഛനെ ഉണർത്തണ്ട. നീ മര്യാദയ്ക്ക് പ്രമാണം മാത്രം ലോൺ എടുക്കാൻ നോക്ക്. നീ മനപ്രയാസപ്പെട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പ്രമാണമൊന്നും എനിക്കൊരു വിഷയമല്ല. എന്റെ അമ്മ ഇത് അത്ര വലിയൊരു വിഷയാക്കേണ്ട കേസ് അല്ലാന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കടാണ്, ഞാൻ തന്നെ വീട്ടിക്കൊള്ളാം. ഞാൻ എടുത്തോണ്ട് വരും പ്രമാണം. അമ്മ എടുത്തോണ്ട് കൊടമ്മ. വേണ്ട നീ ഒന്നും മിണ്ടാതിരിക്കാൻ വായിച്ചിരുന്ന നേരം. അമ്മ ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മ ആധാരം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇപ്പം വേറെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരും. അപ്പൊ നമ്മൾ എന്തെടുത്ത് കൊടുക്കും? നിർത്താ, നീ എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചേക്കണേ? ഞാനും നീയും തമ്മിൽ 1-2 പറഞ്ഞ് വഴക്ക് പക്കാണൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്റെ സ്വന്തം അളിയെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു തെണ്ടിത്തരൊന്നും കാണിക്കില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് ഇത് പറയുന്നത്. അളിയെ എന്നെ അങ്ങനെ വിശ്വസിക്കണം. അതെ, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഈ ആധാരത്തിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടായി പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ലീറ്റോ ഞാൻ ഏറ്റു. അമ്മ പോയി എടുത്തോണ്ടോ? ഞാൻ എടുത്തോണ്ട് വരുവാ. അത് വേണ്ട അമ്മ, അതൊന്നും എടുക്കണ്ട. അമ്മ എടുത്തു. ഇതിനേക്കാൾ വലിയൊരു ആവശ്യം ഇനി എന്താടാ പ്രമാണം കൊണ്ട് ചെയ്യാനുള്ളത്? ഞാൻ എടുത്തോണ്ട് തരാം. ഈ ആധാരം എടുക്കണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ അമ്മ ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാരും കടം വീട്ടാൻ ഒരു വഴി തെളിയണേന്നാ പ്രാർത്ഥിക്കണേ. ഇത് തെളിഞ്ഞപ്പോ അവനത് പറ്റൂല. പിന്നല്ലാണ്ട് എന്താ അതെ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വഭാവം അളിയാ? ഇത്രയും നാള് അളിയ എന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എന്റെ സത്യസന്ധമായ സ്വഭാവം. ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും. ഇതിൽ വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഈ ആധാരം വെക്കുന്നല്ലേ? ഇതിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ ക്ലീറ്റസ് അളിയും കൂടെ ഉണ്ടാവും. ആളി ഇങ്ങോട്ട് ഇവൻ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നിനക്ക്. എന്താ പറയണേ? എന്താ നിന്റെ പ്രശ്നം? അതായത് ഈ ആധാരം കൊണ്ടുപോയി വെക്കുമ്പോഴേക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടില്ല.
അവര് അതിന്റെ ആ രേഖ വേണം, ഈ രേഖ വേണം, മറിച്ച രേഖ വേണം, മറ്റേ രേഖ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു 100 കൂട്ടം രേഖകൾ ആവശ്യപ്പെടും. ഞാൻ ഇത് നേരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എവിടെയൊക്കെ പോണ്ടി വരുന്നല്ലോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്ക് ബാങ്കിൽ പോയി ഒരു ഒപ്പ് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ആ രീതിയിൽ ഞാൻ ബാങ്കിലെല്ലാം സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയിൽ. അതെ, ഇത് ബാങ്ക് ഞങ്ങളുടെ സൊസൈറ്റി പാർട്ടിയുടെ. നീ അവിടെ പോയി ഉപ്പിട്ട് കൊടുത്താൽ മതി കളിയാ. അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? ഈ വീട്ടിൽ ഇങ്ങനെ കടക്കാർ കയറി ഇറങ്ങണത് അത് അങ്ങനെ വെച്ച് തുടരാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ആധാരം വെച്ചുള്ള പരിപാടിക്ക് ഞാൻ ഇല്ലാതെ വേണം. സമാധാനമായിട്ട് നീ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ വീട്ടിൽ കടക്കാരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഇനി ഈ പൈസയ്ക്ക് വേണ്ടി നീ ആരടുത്തെങ്കിലും ഒക്കെ പോയി തെണ്ടുക എന്ന് പറഞ്ഞാലോ? എന്റെ പൊന്ന് ക്ലീറ്റസ്, ഇത് അത്ര വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. എന്റെ ഏതെങ്കിലും 3-4 സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരും പൈസ. അങ്ങ് കൊണ്ടുപോയി അടച്ചേക്ക് അത്രയല്ലേ ഉള്ളൂ. ഈ സുഹൃത്തുക്കളോട് ചോദിക്കണതാണ് ഞാൻ തെണ്ടലെന്ന് പറഞ്ഞത്. അതൊന്നും വേണ്ട, ഹവീൽദാർ കുടുംബമാണ്. ഹവീൽദാർ നിന്റെ തന്തയൊന്നുമല്ലോ, എന്റെ തന്തയാണ് ഹവീൽദാർ. എനിക്കില്ലാത്ത നടക്കണമെന്നില്ല നിനക്ക്. എന്റെ അമ്മാവനല്ലേ? അതിന്റെ അമ്മാവൻ. ഇനി ആ മനുഷ്യനോട് നീ വേണ്ടിട്ട് ചൂടാവണ്ട. നിനക്ക് ഇത് ചെയ്യാനത് എത്ര ബുദ്ധിമുട്ട്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്ര വലിയ കടമൊക്കെ ഉണ്ടെന്ന് എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടല്ലോ. എന്ത് നാണക്കേട്. ആ കൊച്ചു പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ അളിയ, തറവാടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് പണയം വെക്കുന്നത് പോലെയാണ്. അതെ, തറവാട് പണയം വെക്കാണ്. എന്താ കുഴപ്പം? തങ്കം, നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? തങ്കം, അമ്മേ കിട്ടിയില്ല ഇതുവരെ. വരുന്നടി പുതിയത് എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വിക്കലല്ല, പണയം വെക്കൽ. ഇതൊരു എന്തായാലും ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചോളാം. തീർന്നല്ലോ, ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെക്കാൻ. ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചാ പോരെ? പക്ഷെ വേറെ കാര്യമുണ്ട്. അളിയൻ ഐശ്വര്യമായിട്ട് ഈ മുഖത്തോട്ടൊന്ന് നോക്കിയേ, ഒന്ന് പ്രാർത്ഥിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തരാം. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങ് തരാം. അല്ലെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. നീ കളിക്കാൻ നിൽക്കാതെ സാധനങ്ങൾ താ. എന്തിന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത്? ഒരു നല്ല കാര്യത്തിന് പോണതാ. അച്ഛന്റെ ആത്മാവിനെ ഒരു ഇത് കിട്ടും. നീ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും. തങ്കം, ഇത് ഫോട്ടോ കോപ്പി അല്ലേ? ഒന്നുമല്ല, ഒറിജിനലി തന്നെ. ഇത് ഫോട്ടോസ്റ്റാറ്റാ. അതെങ്ങനെയാ? അതാണ്ടാ ഈ അക്ഷരങ്ങൾ നോക്ക്, സീറ്റ് വല്ലതുണ്ടോ നോക്ക്. ഫോട്ടോ കോപ്പി ആണല്ലോ അമ്മ. ഇതെങ്ങനെ ഫോട്ടോ കോപ്പി? ഇതിന്റെ ഒറിജിനൽ എന്ത് ചെയ്തമ്മ? ഇതിന്റെ ഒറിജിനൽ എവിടെ? എനിക്കറിഞ്ഞൂടാ. എവിടെയുടെ ഒറിജിനല്? നീ ഇവിടെ കിടന്ന് ഈ മാതിരി ഉരുണ്ട് കളിച്ചത് എന്താണെന്നേ ഇപ്പൊ മനസ്സിലായിട്ടാ. എന്താ നിനക്ക് മനസ്സിലായത്? എന്റെ അളിയ, എവിടെയുടെ ഇതിന്റെ ഒറിജിനല്? എനിക്കറിയില്ല. എന്നോട് ചോദിച്ചിരുന്ന കാര്യം ഇതൊക്കെ സൂക്ഷിക്കണം. അമ്മയല്ലേ, അമ്മയോട് ചോദിച്ചു നോക്കി. എനിക്കറിഞ്ഞൂടാ. നിനക്കേ അറിയാവൂ, ഇത് വേറെ ആർക്കും അറിയില്ല. അമ്മ ഇതിന്റെ വേറെ കോപ്പിയല്ലേ അവിടെ ഇരിപ്പണ്ടമ്മ? എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിരുന്ന കാര്യം. പണ്ടൊരു ദിവസം റീസർവേക്ക് എങ്ങാണ്ടാ വേണമെന്ന് പറഞ്ഞ് എന്റെ ഒരു പ്രമാണം വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടു തരും ചെയ്തു. ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചിട്ട് പോലും ഞാൻ തന്നായിരുന്നു. ഇല്ലല്ലോ. അമ്മയെ കളി നിർത്തിക്കേ. അമ്മയുടെ കയ്യിലാണോ ഇതിന് താക്കോലിരിക്കണത്? അപ്പൊ പിന്നെ അമ്മയുടെ ആധാരം എവിടെ പോയിന്ന് പറയേണ്ടത്? എനിക്കറിഞ്ഞൂടാ. എനിക്കിപ്പോ അറിയണം ഇതിന്റെ ഒറിജിനൽ എന്ത്. ഞങ്ങളെ അറിയിക്കാതെ അതങ്ങനെ എടുത്ത് കൊടുക്കാം. അവയുടെ അയ്യോ എടാ പ്രമാണങ്ങളാ അവിടെ നിന്നടാ. Aliyan versus Aliyan.